ഹലോ ഗൈസ്, രാവിലെ തന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ ക്ലിനിക്കിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അവളവിടെ ഒബ്സർവേഷനിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് അവളെ കൊണ്ടുപോകണം എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇവിടെ എക്സ്റേ എന്ന് പറയുന്ന സംഭവം ഉള്ളത് ഗവൺമെൻറ്റിൽ മാത്രമാണ് കേട്ടോ. ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ഇല്ല. അതും ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് ഇപ്പോഴാണ് ആ ഒരു പോർഷനും ഓപ്പൺ ആയിരിക്കുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. മുന്നേ ഒന്നും ഇവിടെ ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്തെങ്കിലും എടുക്കണമെങ്കിൽ നമ്മൾ ഇലക്ട്രോണിക് സിറ്റി ചെസ്നയിലോട്ട് പോകണം. അവിടെ മാത്രമാണുള്ളത്. ബാംഗ്ലൂരിലാണ് ഈ ഓൾ ഫെസിലിറ്റീസ് അവൈലബിൾ ഉള്ളത്. ഹൊസൂറിൽ ഇതുവരെയ്ക്കും തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതേ കുഞ്ഞിനെ നമ്മൾ രാവിലെ കൊണ്ടുവന്നു കേട്ടോ. അപ്പം ഇവിടെ മെയിൻ ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ട്രെയിനി ഡോക്ടേഴ്സൊക്കെ നോക്കിയാൽ പേടിച്ചിട്ട് കുഞ്ഞിനെ മോഷനും പാസ് ചെയ്തു. അപ്പോൾ ആ കളറ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ആ മെയിൻ ഡോക്ടറിന് വേണ്ടിയിട്ട് അത് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡോക്ടർ 5 മിനിറ്റ്സിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡോക്ടർ പറഞ്ഞു ഒന്ന് എക്സ്റേ ഒക്കെ എടുത്ത് വെക്കാൻ കേട്ടോ. അപ്പോൾ കുഞ്ഞിനെ എക്സ്റേ എടുത്തപ്പോഴാണ് ഞെട്ടിപ്പോയത്. കാര്യം കുഞ്ഞിനെ ഇനി ഒരിക്കലും നടക്കാൻ വേണ്ടി പറ്റത്തില്ല എന്ന് അവർ പ്രിഫർ ചെയ്തിരിക്കുന്നത്. അതായത് ആ കിപ്പ് ജോയിൻറ്റില്ലേ നമ്മുടെ അസിറ്റാബുലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അവിടെ ആ വണ്ടി കയറിയിട്ടത് ആ വിട്ട് നിൽക്കുവാണ്. ഇനി ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല എന്ന് അവർ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും നടക്കാനൊന്നും പറ്റത്തില്ല എന്ന് കേട്ടോ. എന്താണെന്നൊന്നും അറിയത്തില്ല കുഞ്ഞിന്. അപ്പോൾ ഇവർ കുറച്ച് ഞാൻ ആ മെഡിസിൻ കാണിക്കുന്നുണ്ട്. ഇതാണ് തന്നേക്കുന്നത്. അപ്പോൾ ഇത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പം ഞരമ്പുകളൊക്കെ ഒന്ന് കൂടട്ടെ എന്ന് പറഞ്ഞു. അവളെ കൊണ്ട് മോഷനെങ്കിലും കുറച്ച് പറ്റുന്ന രീതിയിൽ പോട്ടെ. അതായത് തുള്ളിയായിട്ടൊക്കെയാണ് പോകുന്നത് കേട്ടോ. പോകുന്ന വഴിയൊക്കെ ആക്കിയിടുന്ന. അപ്പോൾ അങ്ങനെ കുഞ്ഞ് രക്ഷപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും.